ആനക്കേരളത്തിന്റെ ഇളമുറത്തമ്പുരാൻ എന്നറിയപ്പെട്ടിരുന്ന കൊമ്പൻ തൃശൂർ പൂരത്തിന് ആദ്യമെത്തുന്ന കണിമംഗലം ശാസ്താവിനെ നിരവധി തവണ ശിരസിലേറ്റിയ ഗജരാജൻ, കരിമ്പാറക്കറുപ്പിന്റെ അഴകുമായി ആനക്കേരളം കീഴടക്കിയവൻ. ഇവൻ ചെർപ്പുളശ്ശേരി പാർത്തൻ. കേരളത്തിലെ ഏറ്റവും അധികം ആരാധകരുള്ള പ്രമുഖരായ ആനകളിൽ ഒന്നായിരുന്നു പാർത്തൻ. മത്സരപൂരങ്ങളിലെ ആവേശത്തിന്റെ മൂർത്തിഭാവം. എതിരാളി ആരായിരുന്നാലും ഒരുപക്ഷെ ഇവന്റെ മുൻപിൽ ഒന്ന് പകച്ചു നിന്നു പോകും. ആനക്കേരളത്തിന്റെ തമ്പുരാൻ കർണനോടും രാജാവ് രാമനോടുമൊപ്പം നിന്ന് അടവുകൾ പഠിച്ചെടുത്ത അവതാരപ്പിറവി. ഇവരോടൊപ്പം നിന്ന് മത്സരിച്ച് അവരുടെയൊക്കെ നെഞ്ചിടിപ്പ് കൂട്ടാൻ പലപ്പോഴും പാർത്തന് കഴിഞ്ഞിട്ടുണ്ട്. ആനക്കേരളം അറിഞ്ഞിട്ട പേരാണ് ഇളമുറ തമ്പുരാൻ എന്നത്. പാപ്പാലപ്പറമ്പിൽ പോത്തൻ വർഗീസാണ് ഇവനെ മലയാളം മണ്ണിലേക്ക് എത്തിക്കുന്നത്. ഇവനെക്കുറിച്ച് കേട്ടറിഞ്ഞ് പൂമുള്ളി മനക്കാർ ആദ്യം പാർത്തനെ സ്വന്തമാക്കി. ഏകദേശം 1 വർഷം മാത്രമേ പാർത്തൻ പൂമുള്ളി മനയിൽ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്നും പിന്നീട് ചെർപ്പുളശ്ശേരി ശബരി ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലായി. എന്നാൽ പ്രശസ്തിയുടെ ഉയരത്തിൽ നിൽക്കുമ്പോൾ തന്നെ അവൻ നമ്മെ വിട്ടു പിരിഞ്ഞു. 2015 മെയ് മാസത്തിലാണ് ആനക്കേരളത്തിന്റെ ഇളമുറ തമ്പുരാൻ ചെരിയുന്നത്. ചെരിയുമ്പോൾ ആനയ്ക്ക് ഏകദേശം 45 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. അകാലത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞ ഇളമുറ തമ്പുരാൻ ചെർപ്പുളശ്ശേരി പാർത്തന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് മറ്റൊരു ആനക്കഥയുമായി വീണ്ടും കാണാം.